ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അലീസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അലീസ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഗോതമ്പാണ്. അപ്പോൾ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പാണെങ്കിൽ കുത്തി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വൈറ്റ് കളറാക്കി എടുക്കണം. അതിനുശേഷം അലീസ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റായിട്ടുള്ള അലീസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 4-5 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 മണിക്കൂറിന് ശേഷം ഞാനിതെടുത്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ടയും അതുപോലെ ഏലക്കായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കായിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പട്ട മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി കൂടി പോരുത്, ഇതുപോലെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു സവാളയുടെ പകുതിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലെഗ് പീസും അതുപോലെ 2 എല്ലുള്ള പീസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ ആണെങ്കിലാണ് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും അതുപോലെ ഗോതമ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ടുള്ള ഈ ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. കാരണം ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് കളഞ്ഞ് അതിൽ നിന്ന് ചിക്കൻ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസസ് മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ഏലക്കായും അതുപോലെ പട്ടയും നമുക്കൊന്ന് എടുത്ത് മാറ്റിയെടുക്കാം. കാരണം നമ്മളിത് കുറച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള പട്ടയും ഏലക്കായും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തേങ്ങയും ഒരു പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ നല്ലൊരു ഉറപ്പുള്ള ഒരു കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ 1/4 പാൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഉടച്ച ശേഷം നമുക്ക് ഇതിൽ നിന്ന് പകുതി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു കട്ടിയുള്ള ഒരു കയ്യിലെടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പകുതി നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള 2/2 പാലും കൂടി ഒഴിച്ച് നമുക്കിത് ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ 2/2 പാൽ ഒഴിച്ച് ഞാനിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് കൂടുതൽ അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ
വീണ്ടും ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെച്ചിട്ടിരുന്നാൽ വീണ്ടും ഇത് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ഒന്ന് തിള വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊന്ന് ഉള്ളി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിൽമ ഗീ തന്നെ എടുക്കണം, അല്ലാതെ സൺഫ്ലവറോ അതുപോലെ ഡാൽഡ ഒന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അരിസ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിൽ ഉപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് നമ്മളിവിടെ അലീസ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.